ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്ര നല്ല മോർണിംഗ് അല്ല കേട്ടോ ഞങ്ങൾക്ക്. ഇന്നലെ ചൂടെടുത്ത് ദൈവമേ, നമ്മുടെ അവിടെ പോലും ചൂട് സഹിക്കാൻ പറ്റാതെ നമ്മൾ ഇവിടെ വന്ന് ചൂടത്ത് രാത്രി കിടന്ന് പിന്നെ അവിടുത്തെ ബാൽക്കണിയെല്ലാം ഓപ്പൺ ചെയ്തിട്ടൊക്കെയാണ് കിടന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് നല്ല ബുദ്ധിമുട്ടി. 6 മണിയായപ്പോൾ നമ്മൾ അവിടെ തിരിച്ചു. ആർക്കും ഉറക്കമില്ലല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ തിരിച്ചു. സത്യം പറഞ്ഞാൽ മേലെ പോലും കഴുകാണ്ട് പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ജമ്മു എത്താം. അവിടെ നല്ല റൂം ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുന്നു. ഇനി അവിടെ ചെന്ന് കാണും പറയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. എങ്കിൽ ഇത്രയും ഗതികേടല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ടോയ്ലറ്റ് പോലും അവർ ക്ലീൻ വർഷങ്ങളായെന്ന് തോന്നുന്നു ചെയ്തിട്ട്. റൂമല്ല, ഫ്ലാറ്റ്. ഈ നമ്മുടെ പെട്രോൾ പമ്പിലുള്ള വാഷ്റൂം വരെ ഇതിനെക്കാട്ടി വൃത്തിയുണ്ട് കേട്ടോ. അത്രയ്ക്ക് 3000 രൂപ കൊടുത്തെടുത്തത് വെറും വേസ്റ്റ് തിങ്. ഇനി എയർബിഎൻബിയിൽ ഞാൻ ബുക്ക് ചെയ്യത്തില്ല. എനിക്കൊന്നും ഇങ്ങോട്ടൊന്നും ആരും എടുക്കൂലായിരിക്കും. അതൊക്കെ കൊണ്ടായിരിക്കും അവരത്രയ്ക്കുള്ളൊരിതേ ഉള്ളൂ. എന്തായാലും AC റൂമില്ലാത്തത് പോലൊരു കഷ്ടം. വൈഫൈ കാര്യമായിട്ടുണ്ടായിരുന്നു, അത് മാത്രം ഉണ്ടായിരുന്നു, വേറൊരു കുന്തമില്ല. ഇപ്പം നമ്മൾ അവിടെ എങ്ങും ചായ ഒന്നും കിട്ടാനില്ല കേട്ടോ. ഒരു 7:30 മണിയൊക്കെ ആയി. പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ നിറയെ നമ്മുടെ കേരളം പോലെ 2 സൈഡിലും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോർത്തിലൊക്കെ കയറിയാൽ, ഹൈവേ കയറിയാൽ ഇങ്ങനെ സൈഡുകളിൽ ഇത്രയും കടകളും കാര്യങ്ങളും ധാബകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നും ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഇത് ഓരോയിടത്തും ഇങ്ങനെ കടകൾ നിറച്ച് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് കണ്ടു, ചായയും കുടിച്ച്, ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വീണ്ടും നിർത്തണ്ടെന്ന് കരുതി ചായയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. വേറെ പോലും ആരും ഇന്നലെ ഉടങ്ങിയില്ല. അത്രയ്ക്ക് നമ്മൾ ഇന്നലെ ബുദ്ധിമുട്ടി. പാനിപ്പട്ട്, ഹരിയാനയിൽ ഇത്രയും വൃത്തികെട്ട സ്ഥലം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു റൂം പോലും കിട്ടാതെ ഭയങ്കര റേറ്റും. റൂമില്ലായിരുന്നു. റേറ്റാണെന്നെങ്കിലും കുഴപ്പമില്ല, റൂം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എടുത്താനെ. ഒരിടത്തും റൂം അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധി ചെയ്തത്. അത് ഏറ്റവും മോശപ്പെട്ട ബുദ്ധിയായിപ്പോയി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഞാൻ തന്നെ ചെയ്തതായതുകൊണ്ട് ആരും എന്നെ ഒന്നും പറഞ്ഞില്ല. ഈ കണക്കിന് ഏട്ടനാണ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഏട്ടന് പൊങ്കാളയായിരുന്നാണ്, അത് വേറെ കാര്യം. നമ്മൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഡേ 5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടു ജമ്മു. നേരെ വേണമെങ്കിലും ശ്രീനഗർ പോവാം. അതൊരു ഇവിടെ നിന്ന് ഒരു 600 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. പക്ഷെ റോഡ് കുറച്ച് മോശമായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് എത്തത്തില്ല. അതുകൊണ്ട് ജമ്മുവിൽ സ്റ്റേ ചെയ്ത് നാളെ കാറൊക്കെ ഒന്ന് സർവീസ് ചെയ്ത ശേഷം ശ്രീനഗർ പോകാൻ നേരത്തി. ദോശ 200 രൂപ, നമ്മുടെ അവിടെ 100 രൂപ കിട്ടും. നെയ് आलू सैंडविच मिलेगा, टी कॉफी, छोले भटूरे, आलू पूरी. छोले भटूरे ഉണ്ട്. ഏട്ടന് വേണ്ടേ? 2 छोले भटूरे, 2 प्लेट छोले भटूरे. छोले എത്ര പീസ്? एक प्लेट में 2 पीस आते हैं. 2 छोले भटूरे. ചായ വേണോ? തന്തൂരി ചായ തരട്ടാ. നിനക്ക് ചായ വേണോ? 3 तंदूरी चाय. 3 तंदूरी चाय है. 3 तंदूरी चाय. अभी शुगर मीडियम. ഓ, അല്ല അങ്ങോട്ടുള്ള കടകൾ ഇവിടെ ധാബകൾ കുറവാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ കടകളേ ഉള്ളൂ. നമ്മൾ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. മസാല ദോശ 220 രൂപ. ഇഡ്ഡലി സാമ്പാർ 180 രൂപ. അവിടെ 60 രൂപ എങ്ങനെ ഉള്ളൂ നമ്മുടെ അവിടെ. പിന്നെ ഇവിടെ കിട്ടാത്ത സാധനമല്ലേ. ഇന്ന് ഡേ 6 ആണ്. സാധാരണ 15 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു കോലാവും, ഫുഡും വേണ്ട ഒന്നും വേണ്ടാതായിട്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ 6 ദിവസം ആയപ്പോഴും വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങനെ പോവുക കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ആയിട്ട് ഓക്കെ ആയി വരുന്നതാണോ അതോ ഫുഡിന് പ്രശ്നങ്ങളില്ലാത്തതാണോ എന്താണെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചോള ഭട്ടൂരയും പിന്നെ ഒരു തന്തൂരി ടീയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചോള ഭട്ടൂര അത്യാവശ്യം നല്ല ഹെവി ക്വാണ്ടിറ്റിയിലാണ് കൊണ്ട് തന്നത്. നല്ല വലിയ സൈസിലെ ഭട്ടൂരയും പിന്നെ അല്ല ചോളയും ഭട്ടൂരയും. ഇത് ഭട്ടൂര അല്ലേ, ചോള മറ്റേ സാധനമല്ലേ, കടല ഒക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ പറാത്ത അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പറാത്ത കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ചോള ഭട്ടൂര പറഞ്ഞത്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവോളയൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ഇവർക്ക് സവോള ഇല്ലാത്തൊരു കളിയില്ല കേട്ടോ. ഈ പിക്കിളൊക്കെ വെച്ച് ചിലർ കഴിക്കുന്നുണ്ട്, അത് കണ്ടായിരുന്നു. ഈ പറാത്തയും പിക്കിളും. അങ്ങനെ പിക്കിളുടെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി. പിക്കിളെന്ന് പറഞ്ഞാൽ മാംഗോ, ക്യാരറ്റ് എന്തൊക്കെയോ അതിലിട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പിക്കിൾ പോലെ തന്നെയാണ്, പക്ഷെ ലേശം ഉപ്പ് കൂടുതൽ കേട്ടോ. അവരുടെ കടലക്കറിക്കും ലേശം ഉപ്പ് കൂടുതലായിരുന്നു. ഇനി അവരുടെ കറി ഉപ്പ് കൂടുതലാണോ പൊതുവേ, അത് ഇവിടെ ഉപ്പ് കൂട്ടി ഇട്ടതാണോ എന്നറിയത്തില്ല. എനിവേ കൊള്ളായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എന്നത്തെയും റൊട്ടിയിൽ നിന്നും നമ്മുടെ ഡാൽ ഫ്രൈ അല്ലല്ലോ, ചന കറിയിൽ നിന്നും ഒരു വ്യത്യാസത്തോടെ നമുക്ക്
ചോള ഭട്ടൂര കഴിക്കാൻ പറ്റി. ഒരു പൂരിയൊക്കെ കഴിക്കുന്ന ഒരു ഫീലോടെ കഴിക്കാൻ പറ്റി. പക്ഷേ ചനയ്ക്ക് ചെറിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓയിലിൻ്റെ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു 4-5 പ്രാവശ്യമായിട്ട് പോയി വരുന്നുണ്ട് നോർത്തിലേക്ക്. കുറേ ഇടപെടേണ്ട ഫുഡൊക്കെ ട്രൈ ചെയ്തു. ഞാൻ അതുമായിട്ട് സെറ്റായെന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. എനിക്ക് അത്ര ഇഷ്ടത്തോടെ അല്ല ഞാൻ കഴിക്കുന്നത്, എങ്കിലും കുഴപ്പമില്ല, കഴിക്കാം എന്നുള്ളൊരിതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഭട്ടൂര നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു, മൈദാമാവിലുള്ള സാധനമില്ലേ, അപ്പോൾ കഴിച്ചപ്പോൾ വയറ് ഭയങ്കരമായിട്ട് ഫില്ലായി. പിന്നെ കുറേ സമയത്തേക്ക് ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ, അത്രയ്ക്ക് വലിയ ഭട്ടൂരയായിരുന്നു. ചായ അതെ, സാധാരണ നോർത്ത് കയറിയ കുഞ്ഞു ഗ്ലാസ്സിലാണ് ചായ കിട്ടുന്നത്, ഇതൊരു വലിയ ഗ്ലാസ്സിൽ ചായ ഉണ്ടായിരുന്നു. ചായ വാസ് ഗുഡ്, നല്ല ചായ ആയിരുന്നു. അവരുടെ ഇതിപ്പോൾ തന്തൂരി ചായയാണ് നമ്മൾ പറഞ്ഞത്. അവിടെ മറ്റുള്ളവർ വന്ന് സാധാ ചായ കുടിക്കുന്നുണ്ട്, അതും വലിയ ഗ്ലാസ്സിൽ, ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത്. പലരും പകുതി കുടിച്ചിട്ട് അവിടെ വച്ചിട്ട് പോകുന്നത് കണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിരുന്നു, നല്ലതായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ മൊത്തത്തിൽ. ചായ കുടിച്ച് വയറിന്നിറങ്ങി പോയി. സാധാരണ നോർത്തിൽ കയറിയ ഇത്ര ചായ കിട്ടുള്ളൂ, ഇന്നിപ്പോൾ ചായ പറഞ്ഞപ്പോൾ ഇത്ര, അത് 70 രൂപ ഉണ്ട് കേട്ടോ ചായ. പക്ഷെ നല്ല ചായ ആയിരുന്നു, തന്തൂരി ചായ. ചോള ഭട്ടൂരും വലുതായിരുന്നു, നല്ല വലിയ ഭട്ടൂര. വയറിന്നിറങ്ങിപ്പോയി, ഹെവി ആയിപ്പോയി. മഹാഭാരത യുദ്ധം നടന്നത് എവിടെയാണെന്നറിയോ? നമ്മളത് ഇപ്പം അതുവഴി പാസ് ചെയ്ത് പോവാണ്. കുരുക്ഷേത്ര, ഹരിയാനയല്ല കേട്ടോ സ്ഥലം. വേദയ്ക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് അല്ലേടാ. വേദയുടെ മിസ് അവിടെ, മലയാളം മിസ് എന്തോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേദ ഒരിക്കൽ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു. ഇന്നിപ്പം നമ്മൾ രാവിലെ കുളിച്ചും നനച്ചും പോലും ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടെന്ന് കയറിയിട്ട് പോവായിരുന്നു. അപ്പം അതുവഴിയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇത് കുരുക്ഷേത്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണേ. ഞാനേ നിങ്ങൾക്ക് പഞ്ചാബിൻ്റെ ഭംഗി കാണിച്ചു തരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മൈക്ക് വെച്ചെന്ന് പറഞ്ഞാണ് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് മൈക്ക് വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയത്. അതെന്താ അവിടെ നിൽക്കട്ടെ. പഞ്ചാബിൻ്റെ അല്ലെങ്കിൽ ഹരിയാനയുടെ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഭംഗി എന്ന് പറഞ്ഞാൽ 2 സൈഡിലും നിറയുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ കാണാതെ നിങ്ങളെ കാണിക്കാതെ പോകാൻ എനിക്ക് തോന്നിയില്ല. എന്നാൽ പിന്നെ ഇറങ്ങിയൊരു വീഡിയോ എടുത്തേക്കാമെന്ന് കരുതി. എന്താണ് സംഭവം ചോദിച്ചാൽ ദേ ഇത് തന്നെ മക്കളെ, സൺഫ്ലവർ തോട്ടം, സൂര്യകാന്തി പൂവിൻ്റെ തോട്ടം, കൃഷി 2 സൈഡും ഏക്കർ കണക്കിന് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിലൊക്കെ പൂ വന്നിട്ടില്ല, ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇത് കുറേ സ്ഥലങ്ങളിൽ 2 സൈഡും ഇങ്ങനെ കംപ്ലീറ്റ് പൂത്ത് നിൽപ്പുണ്ട്. അത് കാണാൻ എന്താ ഭംഗി, ഓരോ പൂവിൻ്റെയും വലുപ്പം കാണണം കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത, സൂര്യൻ ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത്, ഉദിക്കുന്നതല്ല, ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് ആ ഡയറക്ഷനിലേക്കായിരിക്കും പൂ തിരിങ്ങി പോവും, കറങ്ങി വരും എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതിപ്പോൾ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് നോക്കിയിട്ട് നിൽക്കുന്നത് കേട്ടോ. നിറയെ അതിൽ തേനീച്ചയൊക്കെ വന്നിരുന്നിട്ട് ഒരു ചെറിയൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ സൂര്യകാന്തി പൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടോ. അത് വീഡിയോയിൽ എത്ര ഭംഗി വന്നു എന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണാൻ ഏക്കർ കണക്കിന് നീളത്തിന് മഞ്ഞ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. അതും ഈ സമ്മർ സീസണിൽ. നമ്മൾ വിൻ്ററിൽ വരുമ്പോൾ നിറയെ കടുക് പാടാം കേട്ടോ. അതും മഞ്ഞപ്പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ ഭംഗിയാണ്. പക്ഷെ ഇത് വലിയ പൂക്കളായിട്ട് നിന്നപ്പോഴേ അതൊരു പ്രത്യേക ഭംഗി. നമ്മൾ ചില മൂവീസിലൊക്കെ ചില സോങ്ങിലൊക്കെ ഇങ്ങനത്തെ സൂര്യകാന്തി തോട്ടവും പാടവും ഒക്കെ കാണാറുണ്ട്. അത് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണും സൂര്യകാന്തി തോട്ടമൊക്കെ, നമ്മളന്ന് പണ്ടൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല ഇത്, അതിലും കൂടുതൽ ഏക്കർ കണക്കിന്, അതേ കണ്ടോ, ഇത്രയും ഏക്കർ കണക്കിന് പൂ ഇങ്ങനെ നിൽക്കുകയാണ്. അത് നമ്മുടെ നേരിട്ട് കാണുമ്പോൾ ഒരു വേറൊരു ഭംഗിയാട്ടോ. എനിക്ക് ഇത്രയും നിങ്ങൾക്ക് മാക്സിമം കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ, അങ്ങോട്ടൊന്നും ഇറങ്ങിയെടുക്കാൻ പറ്റത്തില്ല, ഫുൾ കാട് പോലെ കിടക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാവേ. പട്ടിയാല ഇവിടെ നടുത്താണ്, ഫേമസ് പട്ടിയാല പാൻസ്. പോയിരുന്ന കുറച്ച് വാങ്ങിക്കാൻ കേട്ടോ വസ്ത്രയ്ക്ക്. നമ്മൾ ഇന്നലെ ഫ്ലാറ്റ് എടുത്തത് ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ കാശും വാങ്ങി ആൾക്കാരെ പറ്റിക്കാൻ പാടുണ്ടോന്നാണ്. 3000 രൂപ നമ്മൾ കൊടുത്തതാണ്. എന്ത് ഫ്ലാറ്റ്, അത് എന്തോന്നാണ് സത്യമായിട്ടും പറയാം, ഫ്ലാറ്റ് എന്നുള്ള കൺസെപ്റ്റേ വെറുതെ എന്ന്. അത്രയ്ക്ക് വൃത്തികേടായിട്ട് ക്ലീനിങ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. അയാൾ ഇത്രയും ഒരു പൊസിഷനിലിരിക്കണ, നമ്മളെ കേരളത്തിലൊക്കെ അവരെ റിക്രൂട്ട്മെൻറ്റിന് റിക്രൂട്ട്മെൻറ്റിലല്ല അല്ലേ, ഇതിന് വന്നിട്ടുണ്ടായിരുന്നു, തമിഴ്നാട് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം അറിയാം, സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഒക്കെ പോയിട്ട് ഇപ്പോഴും അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ അതെന്തിനു പുള്ളിയത് ചെയ്യാൻ പോണത്? അതൊന്നും അറ്റ്ലീസ്റ്റ് ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇട്ടിരുന്നാൽ മാത്രം മതിയായിരുന്നു. AC ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടോയ്ലറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. AC ഇല്ല എന്നതിൽ മെൻഷൻ ചെയ്തു, ഞാനത് ശ്രദ്ധിക്കാത്ത കുഴപ്പമാണ്, അത് ഓക്കെ. നമ്മൾ ഇപ്പോൾ ഒരിടത്തും AC ഇല്ലാത്ത ഒരു സംഭവവും ഇല്ല, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. അത് അവർ മെൻഷൻ ചെയ്തിരുന്നു, അതെൻ്റെ കുഴപ്പം തന്നെയാണ്, അതിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ക്ലീൻ ചെയ്തിരുന്നതിന് ഇപ്പോൾ എന്ത് വേണം?
ഒരു നമ്മളിന്ന് 3000 രൂപ വാങ്ങിക്കണമെങ്കിൽ 500 രൂപ കൊടുത്താൽ ഒരാൾ വന്ന് സ്റ്റേ ചെയ്തിട്ട് പോണ ദിവസം വന്നവർ ക്ലീൻ ചെയ്തിട്ട് പോകുമല്ലോ. വളരെ മോശമായി, വളരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാൻ വെറുത്ത് പോയി ആ സ്ഥലം. നമ്മൾ പാനിപ്പട്ട്, ഒറ്റ റൂമും ഇല്ല, ഒന്നുമില്ലാതെ അങ്ങ്. പക്ഷെ വലിയ ടൗണാണ്, സിറ്റിയാണ്, അതുകൊണ്ടായിരിക്കാം ഭയങ്കര റേറ്റും, റൂമും ഇല്ല. ഈ നമ്മൾ എടുത്തതും ഇന്നലത്തെ ദിവസം നമുക്ക് തേഞ്ഞൊട്ടിയ ഒരു ദിവസമായിരുന്നു. ഓരോ നാട്ടിലും ഓരോ കൾച്ചർ കേട്ടോ. അവിടെ നമ്മളെ പഞ്ചാബ്, ഹരിയാന അതാണ്. അപ്പം നമ്മൾ ആ ഒരു സ്റ്റേറ്റ് വഴി പോകുമ്പോൾ അവിടുത്തെ ഫുൾ മറ്റേ ഷബ പാട്ട്, എനിക്കൊന്നും നമ്മൾ അമ്പലത്തിൽ ഭക്തിഗാനം ഇടുമ്പോൾ അവരെ പാട്ടതാണെന്ന് തോന്നുന്നു. പഞ്ചാബി സോങ് ഒക്കെ ഇട്ട് വണ്ടികളൊക്കെ ആ പാട്ട് പാടിയൊക്കെയാണ് പോകണം കേട്ടോ. പിന്നെ ഡൽഹി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള റോഡ് ഫുൾ ജനവാസവും ആൾക്കാരും ഹോട്ടലും റൂംസും എല്ലാം ഉണ്ട്. നമ്മളെ കേരളം പോലെ കേട്ടോ, രണ്ട് സൈഡിലും. തമിഴ്നാട്ടിലും അത്രയും ഇല്ല, കേരളമൊക്കെ പോലെ തമിഴ്നാട്ടിലും ഉണ്ട്. രണ്ട് സൈഡിലും കടകളും ആൾക്കാരും വണ്ടികളും. മറ്റേത് കുറേ ലോറി കാണും, ഇതുപോലെ ഒന്നോ രണ്ടോ കാറ് കാണും, ഇങ്ങനെയൊക്കെ യാത്ര പോണ കാറുകൾ അങ്ങനെ. പക്ഷെ ഇത് ഇവിടുത്തെ തന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കുള്ള റോഡും. വേറൊരു കൾച്ചർ ഉത്തർപ്രദേശിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കൾച്ചറില്ല. നമ്മൾ രാജസ്ഥാൻ ആ സൈഡിലോട്ട് പോയിട്ടുണ്ട്, ഹരിയാന ടച്ച് ചെയ്ത് പോയെങ്കിലും ഇത്രയും ഹരിയാനയുടെ ഉള്ളിൽ കൂടെ ഇത്രയും ദൂരം ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഹരിയാനയും കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയുടെ അങ്ങേ അറ്റത്തേക്ക് ഇതേ പോവാണ്. ജമ്മു കഴിഞ്ഞിട്ട് 200 കിലോമീറ്ററേ ഉള്ളൂ ശ്രീനഗർ, 200 സംതിങ്. പക്ഷെ കുറച്ച് റോഡ് മോശമാണ്, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ 200 കിലോമീറ്റർ നമ്മൾ ഉത്തരാഖണ്ഡൊക്കെ പോയതുപോലെ ആയിരിക്കാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ 200 കിലോമീറ്റർ. സാധാരണഗതിയിൽ ഈ റോഡാണെങ്കിൽ എത്ര സമയം വേണം? 200 കിലോമീറ്റർ 4 മണിക്കൂറാ? 4 മണിക്കൂർ. പക്ഷെ അവിടെ ചിലപ്പോൾ 6 മണിക്കൂർ വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സ്റ്റേ എടുത്ത് ഒന്ന് റിലാക്സ് ആയിട്ട്. സത്യം ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, പേടി, എക്സൈറ്റ്മെന്റ്, ഈ 3 കാര്യങ്ങളോട് കൂടിയാണ് ഞാൻ പോകുന്നത്. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളമല്ല, ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ കാറിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. നമ്മൾ ഫ്ലൈറ്റ് പോകും പോലെ അല്ല, കാറിൽ പോകുന്നത് ഓരോ സ്റ്റേറ്റും കവർ ചെയ്ത് നമുക്കിപ്പോൾ അവിടെ ഇറങ്ങി അവിടെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റിയില്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് വഴി പോകുമ്പോൾ ആ കൾച്ചറൊക്കെ ഒന്ന് ഇപ്പോൾ നമ്മൾ പഞ്ചാബ് വഴി ഹരിയാന വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടുത്തെ കൾച്ചർ, മറ്റേ തലയിൽ കെട്ട് കാര്യങ്ങളെല്ലാം ഉള്ളവരാണ് ഇവിടെയുള്ള എല്ലാ വ്യക്തികളുടെ തലയിലും. ഇത് പഞ്ചാബ്, ഹരിയാന അങ്ങനെ മാറി മാറിയാണ് നമ്മൾ പോകുന്നത്. തലയിൽ കെട്ട് സാധനങ്ങളെല്ലാം, ആ പാട്ടുകൾ റോഡ് സൈഡിൽ എല്ലാം, അങ്ങനെ ഒരു സെറ്റപ്പ് കാണാൻ പറ്റി. അങ്ങനെ കൾച്ചറുകളെല്ലാം കണ്ടു പോകാൻ പറ്റും. അപ്പോൾ അത് ഫ്ലൈറ്റിൽ പോയാൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പേടി എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞതുപോലെ എപ്പോഴും വേണോ ടെററിസ്റ്റ് ആക്രമണം ഉണ്ടാവാം, മണ്ണിടിച്ചിൽ, സ്നോയുടെ ഇപ്പോൾ കാണത്തില്ല, പക്ഷെ മണ്ണിടിച്ചിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മളവിടെ പെട്ടുപോകും. പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിയാൽ മാത്രമേ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. പ്രാർത്ഥന ഇതൊന്നും ഇല്ലാതെ സുഖമായിട്ട് പോയിട്ട് നമുക്ക് തിരിച്ച് വരാൻ, വീട് വരെ എത്താൻ പറ്റണേ എന്നുള്ളതാണ്. കാരണം അത്രയും റിസ്കി ഏരിയയിലോട്ടാണ്. ശ്രീനഗർ കഴിഞ്ഞ് ലഡാക്ക് പോകുന്ന റോഡ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ഇപ്പോഴേ കണ്ണുടച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന ഒരു റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഞാൻ കാണിച്ചു തരാമല്ല, അതുവഴിയാണോ എന്ന് അറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ കണ്ട റോഡ്, അവിടെ എന്തോ പണി നടക്കുകയാണ് ഓപ്പോസിറ്റ് സൈഡ്, ടണലോ എന്തോ വരുന്നുണ്ട്. ടണലിൻ്റെ വർക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ അതുവഴിയായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഈ കട്ടയമ്പട റോഡ് വഴിയാണ് പോകുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര മണ്ണിടിച്ചിലാണ്. ഇപ്പം മറ്റേ സാധാരണഗതിയിൽ ശ്രീനഗർ വഴി കയറി പോയിട്ട് കുളു മണാലി റോഡ് വഴി തിരിച്ചാണ് ഇറങ്ങുന്നത്. പക്ഷെ കുളു മണാലി റോഡ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ശ്രീനഗറിൽ നിന്ന് ലഡാക്ക് പോകുന്ന വണ്ടികൾ തിരിച്ചും ശ്രീനഗർ വഴിയാണ് വരുന്നത്. അപ്പോൾ റോഡെല്ലാം ഭയങ്കര നാരോയാണ്, ടാർ ചെയ്ത റോഡില്ല, മണ്ണിടിഞ്ഞൊക്കെ കിടക്കുന്ന റോഡേ ഉള്ളൂ. അപ്പോൾ അതുവഴിയൊക്കെ പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര റിസ്കി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ കാറിൽ നമുക്ക് അതുവരെ പോകാൻ പറ്റുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒപ്പം പേടിയും ഉണ്ട്, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന സത്യമായിട്ടും പറയണം, ഒരു തടസ്സവും ഇല്ലാണ്ട്, ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് നമുക്ക് അവിടെ എന്താണ് എപ്പോഴെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയയും അറിയത്തില്ല. മണ്ണിടിച്ചിലാണോ, ടെററിസ്റ്റ് വരുന്നോ, എല്ലാം നിമിഷത്തിലാണ് സംഭവിക്കുന്നത്. മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പോയിട്ട് വരുന്നത് വരെ ഒരു തടസ്സവും ഇല്ലാണ്ട് പോയിട്ട് വരാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത്. ഒപ്പം ഭയങ്കര സന്തോഷം. ഇത് ആക്ച്വലി പഞ്ചാബ്, ഹരിയാന അങ്ങനെ ഇങ്ങനെ കയറിയൊക്കെ പോവാട്ടോ. ഈ സൈഡ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറാട്ടോ. ഇത് ഇന്ത്യ, ഇത് പാകിസ്ഥാൻ. ഈ സൈഡ് പാകിസ്ഥാനാണ്, നമ്മൾ ഇന്ത്യ വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. ആക്ച്വലി ലാസ്റ്റ് ഇയർ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തില്ലേ കാശ്മീർ. അപ്പോൾ നമ്മളിങ്ങനെ കർത്താപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്.
അത് അവിടെ ഒരു ഗുരു നാനാക്ക് ടെമ്പിൾ ഉണ്ട്. കർത്താപൂറാണ്, പാകിസ്ഥാൻ ബോർഡറിലുണ്ട്. അതിനുള്ള എല്ലാ സെറ്റപ്പുകളും നമ്മൾ ചെയ്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകാൻ പറ്റിയില്ല. അതൊരു ചിലപ്പം ദൈവഭാഗ്യം കൊണ്ടായിരിക്കും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റാത്തത്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. നമ്മളവിടെ പോയിരുന്നെങ്കിൽ പെട്ടാണ് കേട്ടോ. കറക്റ്റ് അവിടെ അറ്റാക്ക് നടക്കുന്ന ദിവസം പഹൽഗാമിൽ നമ്മളവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം ദൈവം അനുഗ്രഹിച്ചുകൊണ്ട്, ദൈവഭാഗ്യം കൊണ്ട് നമ്മളന്ന് പോകാൻ പറ്റാതെയായി. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സൈഡ് പാകിസ്ഥാൻ ബോർഡറാണ്. എന്ത് വീഡിയോ എടുത്താലും ഈ ഗൂഗിളും വെച്ച് ഇങ്ങനെ ഇടന്നിട്ട് ചോദിച്ചു ചെയ്യും. അപ്പോൾ ആ സൈഡ് പാകിസ്ഥാൻ ബോർഡറാണ്. നമ്മളിപ്പം ഇന്ത്യ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ സിഖ് മതക്കാരുടെ ഒരു സ്റ്റേറ്റാണ്, കൂടുതലും ഉള്ളതാണ്. ഇതൊരു ഗുരു നാനാക്ക് മന്ദിർ പോലെ ഉണ്ട്. യെസ്, മന്ദിർ ഇതാ എഴുതിയിരിക്കണം. എന്തോന്നാ അവർ പഞ്ചാബ് ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ. ഇവിടെ ഗുരു നാനാക്ക് മന്ദിറിൽ കയറിയാൽ ഉച്ചയ്ക്കൊക്കെ ഫുഡ് ചപ്പാത്തിയും റൊട്ടിയും ഡാൽ കറിയൊക്കെ എവിടെ കയറിയാലും കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അവർ ഫുഡിനൊക്കെ ഭയങ്കര ഇതാണ് ഈ സിഖ് മതക്കാർ എന്ന് പറയാറുണ്ട്. ഇത് വീണ്ടും ഗൂഗിൾ അമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിറയെ സിഖ് മന്ദിർ ഒരുപാടുണ്ട്. സിഖ് മതക്കാരുടെ ഒരു സ്റ്റേറ്റാണ് പഞ്ചാബ്. എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും. ഈ കർത്താപൂറൊക്കെ ഇതിന് തൊട്ടടുത്താണ്. കർത്താപൂർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോർഡറാണ്. ഇതിൻ്റെ തൊട്ട് ചേർന്നാണ് ലാഹോർ സിറ്റി. പാകിസ്ഥാനിലെ ലാഹോർ സിറ്റിയൊക്കെ വരുന്നതിന് തൊട്ട് ചേർന്ന കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ വേറൊരു സൈഡാണേ. സത്യം പറഞ്ഞാൽ നമ്മൾ അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ വാഗാ ബോർഡറൊക്കെ പോയി കാണണമെന്നുണ്ടായിരുന്നു. ഈ വെയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നതുകൊണ്ടാണ് എങ്ങും പോകാണ്ട് നേരെ കാശ്മീരിലേക്ക് തന്നെ വിടുന്നത്. ഈ നമ്മൾ വിൻ്ററിലാണ് പോകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇറങ്ങി നിന്ന് എടുത്ത് വാങ്ങിച്ച് കഴിക്കാനും ഒക്കെ തോന്നേ. പക്ഷെ ഇപ്പോൾ ഈ ചൂടത്ത് എങ്ങും എന്ത് കണ്ടാലും ഇറങ്ങി നിൽക്കാനോ വാങ്ങാനോ ഒന്നിനും തോന്നുന്നില്ല, അത്രയ്ക്ക് വെയിൽ. നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോവേണ്ടത് കേട്ടോ, പത്താൻകോട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ജമ്മുവിലേക്ക് പോകുന്നത്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ, നിറച്ച് മരങ്ങളും കാര്യങ്ങളും. ഈ വേനലിൽ വന്നപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും കൃഷിയും കാര്യങ്ങളൊക്കെയാണേ. പക്ഷെ ഇപ്പോൾ വേനലായതുകൊണ്ട് എല്ലാം ഉണങ്ങി കരിങ്ങൊക്കെ നിൽക്കുകയാണ്. നമ്മൾ അല്ലാതെ ഈ ഒരു കൃഷി സമയത്തൊക്കെ വന്നാണ്ടല്ലോ രണ്ട് സൈഡ് നിറയെ പച്ചപ്പ്. ഈ വേനലിൽ ഈ ഭംഗി. അപ്പോൾ നമ്മൾ ആ കൃഷി ഉള്ള സമയത്ത് വന്നാലൊന്ന് ആലോചിച്ച് നോക്ക്. നിറയെ പച്ചപ്പും മഞ്ഞപ്പൂക്കൾ, കടുക് പാടം, സൂര്യകാന്തി പാടം, നെൽകൃഷി ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ എവിടെയൊക്കെയാണ് പഞ്ചാബൊക്കെ കഴിഞ്ഞ് പത്താൻകോട്ട് പോണ റൂട്ടാട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം, എനിക്കിഷ്ടപ്പെട്ടു. നോർത്തിൽ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം പഞ്ചാബ്, ഹരിയാന. കൊള്ളാം, നല്ല രസമുണ്ട്. ബാക്കിയെല്ലാം ഡ്രൈ ഏരിയ കേട്ടോ, ഒന്നും കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ പിന്നെ രണ്ട് സൈഡിലും നെൽകൃഷി കഴിഞ്ഞ് കൊയ്ത്ത് നിർത്തിയേക്കണം. ഗോതമ്പ് കൃഷി കഴിഞ്ഞ് കൊയ്ത് നിർത്തിയേക്കാണ്. ഇനി അടുത്ത് ഇടാൻ വേണ്ടി, വിത്ത് പാകാൻ വേണ്ടിയിട്ട് സെറ്റാക്കി ഇട്ടൊക്കെയാണ്. അപ്പോൾ വേണ്ട പച്ചപ്പൊക്കെ ഇതുപോലെ നിൽക്കും. നമ്മൾ കൃഷി സമയത്ത് വന്നാൽ രണ്ട് സൈഡും ഫുൾ പച്ചപ്പിൽ നിൽക്കുമ്പോൾ, അതെ വിൻ്റർ സമയത്ത് വന്നാൽ, ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ വന്നാൽ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. അതാകുമ്പോൾ നമുക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും, വെയിൽ കാണത്തില്ല. ബസ് അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാമായിരുന്നു. ഇവിടെ കണ്ടോ, കൃഷി കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്ത് വിത്തിടാനുള്ള സമയമാണ് ഇപ്പോൾ. പൊടിച്ച് വരുമ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ സെറ്റായിരിക്കും. അതാ കണ്ടോ, നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ വെയിൽ ഇറങ്ങാൻ വയ്യ, പക്ഷേ ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി വീഡിയോ എടുക്കാന്ന് ചേട്ടാ. നല്ല രസമുണ്ട്. കരിങ്ങാണ് നിൽക്കുന്നതെങ്കിലും ഗോതമ്പ് തന്നെ ഇത് കരിങ്ങാണ് നിൽക്കുന്നതെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സത്യമായിട്ട് ഞാൻ ഗോതമ്പ് ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏതോ കാട്ടുചെടിയെന്ന്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗോതമ്പ് ഗോതമ്പ് ഡയറക്റ്റ് കഴിക്കാൻ പോകണേ. അയ്യോ താഴെ പോയി. ഇതൊക്കെയല്ലേ എക്സ്പീരിയൻസ്. കുഴി നല്ല കരിമുരയിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഗോതമ്പ് പാടത്ത് കയറി. ഇനി അവരെ വല്ലതും വിളിച്ച് പറയുമെന്തോ. വല്ല പാമ്പൊക്കെ കാണും ചിലപ്പം. കൊള്ളാം കേട്ടോ. ഇതപ്പം
നമ്മൾ സെപ്റ്റംബർ സമയത്തൊക്കെ വരികയാണെങ്കിൽ പച്ചപ്പിൽ നിൽക്കും, നല്ല ഭംഗിയായിട്ട്. കടുക്, സൂര്യകാന്തി, ഗോതമ്പ്, ഷുഗർ കെയിൻ, ഇതെല്ലാം കൃഷി സമയമാണ് അപ്പോഴും. കണ്ടോ ഗോതമ്പ് തോട്ടത്തിലിറങ്ങി നമ്മൾ വീഡിയോ എടുക്കുന്നത്. കരിഞ്ഞു പോയി ഗൈസ്, 5 മിനിറ്റ് ആ വെയിലത്ത് നിന്നപ്പോൾ. ഞാനൊന്ന് വെളുപ്പിച്ചൊക്കെ മോന്ത വച്ചേക്കായിരുന്നു, കറുത്ത് കരിക്കട്ടേക്കാണ്. ഗോതമ്പ്, ഇതാണ് ഗോതമ്പ്. ചുമ്മാ വേദ കാണിക്കാം. വേദ എണീറ്റൊന്നും വരുന്നില്ല, ഉറക്കത്തോട് ഉറക്കം കേട്ടോ. ഇതിനോടൊന്നും അവൾക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ അപ്പം കാണിച്ചു കൊടുക്കാന്ന്. എണീറ്റ് കുറേ സമയത്ത് വണ്ടി നിർത്തിട്ടേക്കണം, അതുകൊണ്ടായിരിക്കും എണീറ്റത്. കുഴി. പൊന്ന് വീറ്റ് കണ്ടിട്ടുണ്ടാ? വീറ്റാണ്. നീ ഇറങ്ങി വന്നേ ഫോട്ടോ ഒക്കെ എടുത്തുവിടായിരുന്നോ നമുക്ക്? വീറ്റ് ഗോതമ്പ്. അതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് കണ്ട അതിനകത്ത് ഗോതമ്പ് ഇരിക്കണ കണ്ട, നമ്മൾ പുട്ടൊക്കെ അവിക്കൂലേ, ആ സാധനമാണ്. ഈ സൈഡിൽ കൂടെ ട്രെയിൻ പോകുന്നു, ഈ സൈഡിൽ കൂടെ പോകുന്നു, ഈ സൈഡ് കൃഷി, റോഡ്, ട്രെയിൻ കഴിഞ്ഞ് അപ്പുറത്ത് വീണ്ടും കൃഷി കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ച. പിന്നെ ട്രെയിനിൽ വന്നാലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, എങ്കിലും ആ ഓരോ സ്റ്റേറ്റിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും കേട്ടോ. അതും ദിവസം കുറച്ചെടുക്കും. നമ്മൾ ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരികയാണെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. എന്തോ നീളമുള്ള ട്രെയിൻ എപ്പോഴേ തുടങ്ങിയത്? അത് നമ്മൾ അതിൻ്റെ കൂടെ പോകണുണ്ടാ? അങ്ങനെ ആയിരിക്കും. അപ്പുറവും കൃഷി ഇപ്പുറവും കൃഷി, തീർന്ന ട്രെയിനിൻ്റെ ആ സൈഡും കൃഷിയുണ്ട് കേട്ടോ. റോഡ്, കൃഷി. ഈ ട്രാക്ടർ പോലെ പോകുന്ന സാധനം, ഈ നെല്ല് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് ഇങ്ങനെ കൊയ്യുന്ന മെഷീനാട്ടോ. ഒരു മെഷീനാണെന്നാണ് തോന്നുന്നത്, കാരണം ഗോതമ്പൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്, ഇങ്ങനെ കൊയ്തിരിക്കുന്ന ഒരു മെഷീൻ പോലെയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിറയെ ഈ വണ്ടികളുണ്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഗോതമ്പ് കൊയ്യുന്ന മെഷീനായിരിക്കാം. ജമ്മു 160 കിലോമീറ്റർ, പത്താൻകോട്ട് 50 കിലോമീറ്റർ, അവിടെ നിന്ന് തിരിഞ്ഞ് ജമ്മു 160 കിലോമീറ്റർ, അവിടെ നിന്ന് ശ്രീനഗർ 459 കിലോമീറ്റർ. ഒരാൾ 1 കിലോമീറ്റർ ഇല്ല, ഇന്ന് രാവിലെ മുതൽ നോക്കിയിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടേൺ അടിച്ച് ഇതിന് വേണ്ടിയിട്ട് വന്നു. എന്തായിരിക്കും വേദ നോക്കിയിരിക്കുന്നെങ്കിൽ? എന്തായിരിക്കും? ബർഗർ കിങ് വേണോ, KFC വേണോ? ഇന്നത്തെ ലഞ്ച് KFC ആക്കാമെന്ന് കരുതി. വേദയ്ക്ക് KFC വേണമെന്ന് പറഞ്ഞു. ഇറങ്ങിയ സ്പോട്ടിലാണെങ്കിൽ KFCയും ബർഗർ കിങ്ങും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് കരുതി. ഞങ്ങൾ 3 പേരും ഓരോ ബർഗറെല്ലാം പറഞ്ഞു, ഓരോ കോക്കും പറഞ്ഞു, ഓരോ ഫ്രൈസും ഒക്കെ പറഞ്ഞു കഴിച്ചു കേട്ടോ. ആക്ച്വലി ഇവിടെ KFC നമ്മൾ എന്ത് വാങ്ങിച്ച് കഴിച്ചാലും പിന്നെ കുറേ സമയത്തേക്ക് വിശക്കത്തില്ല, അങ്ങനൊരു ഗുണമുണ്ട്. അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് കഴിച്ചു. ഈവനിങ് വേണമെങ്കിൽ ഹെവി ആയിട്ട് കഴിക്കാമെന്ന് കരുതി. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല അത്യാവശ്യം കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ട്. ബർഗറും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വയറ് ഫില്ലായി. വേദയും ഹാപ്പി ആയിട്ടുണ്ട്. ചിക്കൻ വാങ്ങാൻ ഇനിയും സമയമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ബർഗർ ആകുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളുമാണ് എന്നാൽ ഹെവി ആണെന്ന് കരുതി വാങ്ങിയത്. ചിക്കൻ വാങ്ങാൻ സമയമുണ്ട്, ഇനി 15 ദിവസം കിടക്കുകയാണ്. 15 ഇനി 20 ദിവസം കിടക്കുകയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് ചിക്കൻ കഴിക്കാനായിട്ട്. ഏതോ കുറച്ച് വാസലിൻ എന്താടാ? നിന്നെ ഇടുന്ന സാധനം ലിബാം തന്നാൽ മതി. ഇന്നലെ എല്ലാ ദിവസവും ഈ വാസലിൻ എടുത്തോന്ന് വെച്ചപ്പോൾ വേദ പറഞ്ഞു എടുത്തു. നീ കൊച്ചു എടുത്തിട്ടില്ലായിരുന്നേ. അപ്പോൾ നീ എന്നാ അവളെന്താ ലിബാം എടുത്ത് വെച്ചിരിക്കണു. അപ്പോൾ അത് ഇടാൻ നേരം എല്ലാ ദിവസവും രാത്രി ഇടും. ഇന്നലത്തെ സിറ്റുവേഷനിൽ ഇടാനുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല, അതൊന്നും ഇട്ടില്ല. അപ്പോൾ ചുണ്ടിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്നു. തോന്നാ വാസലിൻ്റെ കളർ ഡ്രൈ ആയിട്ടിരിക്കണം ചുണ്ട്. കഴിച്ചിട്ടിടാനാണ് ഇത്ര സമയം വെയിറ്റ് ചെയ്തത്. ഒരു ടോൾ പ്ലാസയിലോ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ, ഫ്രണ്ടിൽ വണ്ടി പോവാതെ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് കണ്ടു, ചേട്ടൻ റെസ്റ്റ് ചെയ്തിട്ട് ശ്രീകുട്ടി കൂടെ തിരക്കില്ലാത്ത സ്ഥലം കണ്ട് ഡ്രൈവ് ചെയ്തുകൂടെയെന്ന്. നമുക്കിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തിരക്കില്ല അന്ന് വിഷയമുള്ള കാര്യം, നമ്മൾ ഓടിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് പൊതുവേ ഡ്രൈവ് ചെയ്യാൻ ഒട്ടുമേ ഇഷ്ടമല്ല. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ തരേയില്ല. കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായിട്ട് സേലത്ത് പോയിട്ട് വന്നപ്പോൾ എന്തോ ആൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് കുറച്ച് ദൂരം എന്തോ കോൾഡ് എന്തോ ഉണ്ടായിരുന്നു. കുറച്ച് ദൂരം ഓടിക്കുമെന്ന് വെച്ചൊരു എത്ര കിലോമീറ്റർ ഓടിച്ചാണ്? 50 കിലോമീറ്റർ ഞാൻ ഓടിച്ചാണില്ല, അതിന് മുന്നേ വാങ്ങിക്കുകയും ചെയ്തു.
അല്ലാതെ എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടും ഏട്ടൻ്റെ ഭയങ്കര ഇഷ്ടം. ഏട്ടൻ വേറെ ആർക്കും കാർ കൊടുക്കാത്തത് കൊണ്ടാണ് ഡ്രൈവ് ചെയ്യാത്തത്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ തിരക്കേ ഇല്ല. നമ്മൾ നാഗർകോവിൽ കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂർ കുറച്ച് കാട്ട് റോഡ് വഴി കുറച്ച് പോകുന്നല്ലാതെ ബാക്കി ഫുൾ റോഡ് നല്ല റോഡാണ്. പിന്നെ ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു സിറ്റികളൊക്കെ വന്ന് പോകുന്നല്ലാതെ നല്ല ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല കിട്ടുന്ന റോഡാണ് കേട്ടോ. എനിക്കതിലൊട്ടും താല്പര്യമില്ല. അഥവാ ഓടിക്കണമെന്ന് പറഞ്ഞാൽ ഓടിക്കും, പക്ഷേ ഏട്ടൻ തരില്ല, അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ മനഃപൂർവ്വമല്ല. ഓക്കെ. പിന്നെ ആരോ ചോദിച്ചു മാപ്പ് ഇട്ടാണോ പോകുന്നതെന്ന്. മാപ്പ് ഇടാതെ പോകാൻ നമുക്കറിയില്ല, വഴി അറിയില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെ ചോദിച്ച് പോകുന്ന സെറ്റപ്പ് ഇല്ലല്ലോ. മാപ്പ് ഇട്ടാൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അവർ കാണിക്കും. ചിലപ്പം എവിടെയെങ്കിലും കാട്ട് റൂട്ടൊക്കെ അടിക്കുമെങ്കിലും നമ്മളത് കണക്കാക്കി പോയാൽ കറക്റ്റ് സ്ഥലത്ത് എത്തും കേട്ടോ. അതുകൊണ്ട് മാപ്പ് ഇട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ പത്താൻകോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതുപോലെ ഘാട്ട് വഴി നമ്മൾ വന്നിട്ടുണ്ടല്ലേ. പക്ഷെ അതിൻ്റെ രണ്ട് സൈഡും മരങ്ങളെല്ലാം കരിഞ്ഞു നിൽക്കുന്നു. പക്ഷെ ഇവിടെ അത്ര 38 ഡിഗ്രി ചൂട് കാണിക്കുന്നുണ്ട്. അങ്ങ് പഞ്ചാബിലൊക്കെ 41 ഒക്കെ കാണിക്കുന്നുണ്ട്, 40 ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ പത്താൻകോട്ടിട്ട് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ലൈമറ്റിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ടാവാം ചെടികൾ അത്രയും കരിഞ്ഞിട്ടില്ല, നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട്. പത്താൻകോട്ട് എത്തിയിട്ട് നമുക്ക് ഇറങ്ങി അവിടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാവേ. ഓക്കെ, നമ്മളിപ്പോൾ പത്താൻകോട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ ഒന്ന് കാണിക്കണമെന്ന് കരുതി, കാരണം നമ്മളിത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമ്മൾ പോണ വഴിക്കുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് പത്താൻകോട്ട്, ഇതാണ് മെയിൻ സെൻറ്റർ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ജമ്മുവിലേക്ക് തിരികെ പോകുന്നത്. ജമ്മു, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഈ ഒരു സിറ്റിയിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പഞ്ചാബിൽ നിന്ന് വന്നാൽ ഇപ്പോൾ സാധാരണ ജമ്മു കാശ്മീരിൽ നമുക്ക് അങ്ങോട്ട് നിൽക്കാം. ജമ്മു കാശ്മീരിൽ നിന്ന് നമ്മളിപ്പോൾ ശ്രീനഗറിലേക്ക് പോകണമെങ്കിൽ ഇതുവഴി ജമ്മു കാശ്മീർ വഴിയാണ് ശ്രീനഗർ പോകുന്നത്. തിരിച്ച് കുളു മണാലി റോഡ് വഴിയാണ് സാധാരണ വരുന്നത്. പിന്നെ ശ്രീനഗർ വഴി വരണം എന്നുള്ളവർക്ക് അങ്ങനെയും വരാം. പക്ഷെ നോർമലി തിരിച്ച് കുളു മണാലി വഴിയാണ് വരുന്നത്. അപ്പം ശ്രീനഗർ ജമ്മു വഴി പോകണമെങ്കിലും ഇതുവഴി പോകണം, കുളു മണാലി പോകണമെങ്കിലും ഇവിടെ വന്നിട്ടേ പോകാൻ പറ്റും. പഞ്ചാബിൽ നിന്ന് പറഞ്ഞവർക്കും ഇവിടെ വന്നിട്ടേ പോകാൻ പറ്റും. ഇതാണ് മെയിൻ സെൻറ്റർ. ഇവിടെയാണ് പത്താൻകോട്ട് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി പഞ്ചാബിൻ്റെ ഒരു ഭാഗമാണ്. പണ്ട് മീൻസ് കിങ് ഒക്കെ ഭരിക്കുന്ന, രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലം പ്രത്യേകമാണ് ഭരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്താണ്, മുഗൾ എറയൊക്കെ ഭരിക്കുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം പഞ്ചാബിൻ്റെ ഭാഗമാണ് പത്താൻകോട്ട്. ഇവിടെ നിന്നാണ് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ 3 സ്ഥലത്തേക്ക് പോകണമെങ്കിലും ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് മെയിൻ ഒരു സെൻറ്ററാണ് കേട്ടോ പത്താൻകോട്ട്. പോകെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് അമൃത്സർ അങ്ങോട്ടൊക്കെ പോകുന്ന റൂട്ടാണ്. പഞ്ചാബിൽ നിന്ന് വരുന്ന റൂട്ട് അതാണ്. നമുക്ക് പോവേണ്ട ജമ്മു കാശ്മീർ റൂട്ട്, പഞ്ചാബ് അവിടെ നിന്ന് നമ്മൾ വന്ന റൂട്ട്, ചണ്ഡീഗഡ്, അവിടെ നിന്ന് വരുന്ന റൂട്ട്, ജമ്മുവിലേക്ക് പോകുന്ന റൂട്ട് ഇതാട്ടോ. അപ്പോൾ എവിടെ പോകണമെങ്കിലും ഇവിടെ വന്നിട്ടാണ് പോകേണ്ടത്. പൈത്തൻസ് എന്നും കണ്ടിരുന്നു പണ്ട് ഇതിൻ്റെ പേര് കേട്ടോ. ഇതൊക്കെ ഞാൻ കുറച്ച് ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ ജമ്മുവിൻ്റെ അടുത്തെത്താറായി. ഇനി ഒരു 100 കിലോമീറ്ററുടെ ഇവിടെ നിന്ന് ജമ്മു ഉള്ളൂ. അത് കഴിഞ്ഞ് ശ്രീനഗർ. ഇവിടെ നിന്ന് ടോട്ടൽ ഒരു 300 കിലോമീറ്റർ എന്തേ ഉള്ളൂ ശ്രീനഗർ. അപ്പോൾ നമുക്ക് ജമ്മുവിലേക്ക് പോവാം. ഇത് നമ്മുടെ നാഷണൽ ഹൈവേ 44 ആണ്. കന്യാകുമാരി ടു ശ്രീനഗർ നാഷണൽ ഹൈവേ 44 വഴിയാണ് നമ്മൾ അവിടെ നിന്ന് ഇതുവരെയും വന്നിട്ടുള്ളത്. ശരിക്കും നമ്മുടെ നാഗർകോവിലിൽ നിന്ന് മാപ്പ് ഇടുമ്പോൾ നമുക്ക് ഇപ്പുറ സൈഡ് വഴി വരാം കേട്ടോ. മഹാരാഷ്ട്രയൊക്കെ, അതായത് ഇൻഡോർ വഴി വരുന്നതാണ്. ഒരു 50 കിലോമീറ്റർ കുറവാണ്. ശരിക്കും നമുക്ക് അതുവഴി വന്നാലും മതി. പക്ഷെ ആ റോഡ് അത്ര ശരിയല്ല. നമ്മൾ ഒരു പ്രാവശ്യം അതുവഴി വന്നിട്ടുണ്ട്. അപ്പോൾ റോഡ് മോശമായതുകൊണ്ടാണ്. ഈ മെയിൻ കന്യാകുമാരി ശ്രീനഗർ ഹൈവേ എന്ന് പറയുന്ന ഈ റൂട്ടാണ്. ഈ റൂട്ട് വഴി തന്നെ അങ്ങ് വന്നേക്കാന്നായിരുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ റൂട്ട് വന്നിട്ടുള്ളത് കൊണ്ട്, അതായത് ഉത്തർപ്രദേശ് വരെ, രാജസ്ഥാൻ വരെയും പിന്നെ അവിടെ പോയത് ഉത്തരാഖണ്ഡ് വരെയൊക്കെ പോയത് ആ സെയിം റൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഇതുവഴി വരാൻ. രാജസ്ഥാൻ വഴിയാണെങ്കിൽ ഇൻഡോർ വഴിയൊക്കെ ആയിരിക്കും വരേണ്ടത്. അപ്പോൾ ഇതാണ് കറക്റ്റ് NH44. നമ്മളെ ഒരു ട്രാവൽ എന്ന് പറയുന്നത് കന്യാകുമാരി ടു കാശ്മീർ അല്ലേ. അപ്പോൾ ഈ റൂട്ട് തന്നെ പോകാൻ കുറച്ചുകൂടെ നല്ല റൂട്ടാണ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തത്. പക്ഷെ നല്ല റൂട്ട് തന്നെ കേട്ടോ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബാംഗ്ലൂർ മാത്രമാണ് കുറച്ച് ഭാഗം, ഒരു 100 കിലോമീറ്ററോളം വരും അല്ലേ, കാട്ട് റൂട്ടിട്ട് നമ്മളെ ചുറ്റിച്ചളയും. പക്ഷെ അവിടെ ശരിക്കും അത്രയും കറങ്ങാണ്ട് പോകാൻ പറ്റും. അവിടെ ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുകയാണ്. അവർ ഡൈവേഷനൊക്കെ ഇട്ടിട്ട് നമ്മളെ പണി പാളും. ബാംഗ്ലൂർ അവിടെ മാത്രമേ കുറച്ച് മോശമുള്ളൂ. ബാക്കി നല്ല റോഡാണ്. നമ്മുടെ നാഷണൽ ഹൈവേ 44 കന്യാകുമാരി ടു ശ്രീനഗർ റോഡാണ് ഇത് ഈ കാണുന്നത്. ശ്രീനഗർ വരെയും ഈ റോഡെന്ന് ഞാൻ പറയുന്നില്ല, NH44 അതാണ്. പക്ഷെ ഇതുവരെയും മോശമല്ല, നല്ല റോഡ് തന്നെയായിരുന്നു കേട്ടോ. ഇത് ഗംഗാ റിവറാട്ടോ.
പക്ഷെ ഫുൾ ഡ്രൈ ആയി ഒരു തുള്ളി വെള്ളമില്ലാത്ത ഗംഗ റിവർ. അത് ട്രെയിനിൻ്റെ ഇതാട്ടോ, ട്രെയിൻ പോകുന്ന ഇതാണ്. പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് ഈ സൈഡിൽ. പറ്റി വരേണ്ട ഗംഗാ നദി, എങ്കിലും ശകലം വെള്ളം കാണാൻ പറ്റി കേട്ടോ. മഹാരാജ് ഗുളർ സിംഗ് ഡോക്ര, ഇതെന്താണ്? എന്താ ഒരു ഇത് സ്റ്റാച്ചു, ഡോഗ്ര ഡൈനാസിറ്റി. ഓക്കെ ഓക്കെ, അതിൻ്റെ എന്താണ് കേട്ടോ. കത്വ ഗേറ്റ് വേ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ഇത് നമ്മൾ ഓൾമോസ്റ്റ് എത്തി ഗൈസ്. വെരി എക്സൈറ്റഡ്. നമ്മളത് ജമ്മുവിലേക്ക് കടക്കുകയാണ്. വാ, ബൈ കാർ റോഡ് ട്രിപ്പ് കന്യാകുമാരി ടു കാശ്മീർ. ജമ്മു കയറിയതും നമ്മുടെ സിഗ്നൽ കട്ടായിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ അവിടെ ഉണ്ട് എയർടെലിൻ്റെ. അത് പോകുന്ന വഴിക്കെല്ലാം എന്താണ്ട് ജിയോ എയർടെൽ എന്നൊക്കെ പറഞ്ഞ് ഫാസ്റ്റാഗ് എല്ലാ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ നിന്നൊരു പോസ്റ്റ് പെയ്ഡേ ഉള്ളൂ, പ്രീപെയ്ഡ് ഇല്ല. പോസ്റ്റ് പെയ്ഡ് സിം ആയിരുന്നെങ്കിൽ ആക്റ്റീവായിട്ടിരുന്നാണ്, പ്രീപെയ്ഡ് ആയതുകൊണ്ട് കട്ടായി. നമുക്ക് ഇവിടെ നിന്നൊരു പോസ്റ്റ് പെയ്ഡ് സിം എടുത്തിട്ട് പോകാം. നമുക്ക് ഗൂഗിൾ ലൊക്കേഷനൊക്കെ ഇട്ട് പോകാനുള്ളതാണ്. സിഗ്നൽ കട്ടായാൽ പാടായിരിക്കും. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യണോ? അത് ബില്ലാണ് പ്രീപെയ്ഡ് ചാർജ് ചെയ്യണത്. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര ദിവസത്തേക്കൊന്നുകൂടെ ചോദിക്കും? എൻ്റെ പേരിലാണ് സിം എടുക്കുന്നത്. നെറ്റ്വർക്ക് ഓൾസോ ഡേറ്റ വൈഫൈ അല്ല, ഡേറ്റ ആൻഡ് അൺലിമിറ്റഡ്. ഓക്കെ 5G unlimited only. Okay, we already have a SIM. അപ്പൊ ഏട്ടൻ്റെ കൂട് മാച്ച് ആവണല്ലോ അന്ന് ഞാൻ മുടി കഴിച്ചിരുന്നോ? അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ജിയോയും എയർടെലും സിമ്മും മാത്രമേ കിട്ടത്തുള്ളൂ. അതിൽ ബെറ്റർ എയർടെലാണ് എടുക്കാനായിട്ട്. ഞങ്ങളപ്പോൾ എയർടെൽ സിമ്മാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വന്നത് പോസ്റ്റ് പെയ്ഡ് സിം ആയിരുന്നെങ്കിൽ ചാർജ് ചെയ്യുന്നതല്ലേ, അതാണെങ്കിൽ ഇവിടെ ആക്റ്റീവ് ആവും. പ്രീപെയ്ഡ് സിം ആണെങ്കിൽ ജമ്മു കയറുന്നതും കട്ടാവും. റോഡ് സൈഡിൽ ഫുൾ സിമ്മിൻ്റെ ഒക്കെ രണ്ട് സൈഡിലും ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണോ എടുക്കാം. നമ്മുടെ ആധാർ കയ്യിൽ വേണം. ഇവിടെ നിന്ന് പ്രീപെയ്ഡ് എടുക്കാം. പക്ഷെ അവിടുത്തെ പ്രീപെയ്ഡ് സിമ്മ് ഇവിടെ വർക്കൗട്ട് ആവില്ല. പോസ്റ്റ് പെയ്ഡ് സിമ്മ് അവിടുത്തെ ആണെങ്കിൽ ഇവിടെയും വർക്കാവും. നമ്മുടെ ഒരു പോസ്റ്റ് പെയ്ഡ് സിമ്മില്ല, പ്രീപെയ്ഡ് ആണ്. 1 month അൺലിമിറ്റഡ് എടുക്കുകയാണ്. അപ്പോൾ നെറ്റും കിട്ടും, കോൾ ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. അപ്പോൾ കിട്ടി ഏട്ടൻ്റെത്. എൻ്റെത് ആധാറുമായിട്ട് മാച്ച് ആവുന്നില്ല, എൻ്റെ മുഖന് അല്ലേ. ഏട്ടൻ്റെത് മാച്ചായി കേട്ടോ. അപ്പോൾ സിമ്മൊക്കെ എടുത്തിട്ട് ഒരു സിമ്മേ എടുക്കുന്നുള്ളൂ, ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക്. കാരണം ഡാറ്റ ഒക്കെ ആവശ്യമുണ്ട്. നമ്മൾ വേണ്ട മാപ്പ് ഇട്ടൊക്കെ റൂമിൽ വൈഫൈ കാണും. പിന്നെ മാപ്പ് ഇട്ട് പോകുന്നതിനെ കരുതിയാണ് നമ്മൾ എന്തായാലും സിം എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ചില ഹോട്ടൽസ് സിം കാർഡ് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളത്. അതൊന്നും വിശ്വസിച്ച് പോകാൻ പറ്റില്ല നമുക്ക്. അച്ഛൻ്റെ സിമ്മാണ്, സൂക്ഷിച്ച് വെക്കണം. ദിസ് വൺ ഇതാ, ഇതിവിടെ വെക്കിട്ട് 450 രൂപ കൊടുത്ത് നമ്മളിവിടെ നിന്ന് എയർടെലും ജിയോയാണ് ഇവിടെ കിട്ടുന്ന സിമ്മുകൾ. 450 രൂപ കൊടുത്ത് ഞങ്ങൾ എയർടെലിൻ്റെ പ്രീപെയ്ഡ് സിം എടുത്തു. 1 മാസത്തെ വാലിഡിറ്റിയാണ്. ഈ സിമ്മ് നമുക്ക് എവിടെ വേണോ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ സിമ്മ് ജമ്മു കഴിഞ്ഞാൽ കട്ടാവും. പക്ഷെ അത് പോസ്റ്റ് പെയ്ഡ് ആയിരുന്നു, നമുക്ക് ബില്ലായിട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് കട്ടാവത്തില്ല കേട്ടോ. പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ, പ്രീപെയ്ഡ് ആണെങ്കിൽ കിട്ടത്തില്ല. നമ്മളത് ഇവിടുത്തെ പോലെ വന്ന് എടുത്താലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ പോസ്റ്റ് പെയ്ഡ് ആണെങ്കിലും ഒക്കെയാണ്, പ്രീപെയ്ഡ് എടുക്കണം. അപ്പോൾ കണ്ടല്ലോ, സിമ്മിൻ്റെ കാര്യം ക്ലിയറായി. റൂട്ട് പത്താംകോട്ട് വന്നിട്ടാണ് വരാനുള്ളതെന്ന് ക്ലിയറായി. നമ്മൾ എറണാകുളത്തു നിന്നൊക്കെ വരികയാണെങ്കിലും ഈ ഒരു റൂട്ട് സേലം വന്ന് പിടിക്കുന്നതാണ് നല്ലത് കേട്ടോ. എറണാകുളത്ത് വന്നാലും സേലം വന്നിട്ട് നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിടിക്കുന്നത്. പിന്നെ മുംബൈ വഴി പോവാം, അതിനെക്കാട്ടി ഈ റൂട്ടാണ് നല്ലത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. സിം കാർഡ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി പോകെ എന്തൊക്കെയുണ്ടോ നമ്മുടെ അറിവിൽ പെടുന്ന കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ബൈ കാർ പോകുന്നത്, ഫ്ലൈറ്റിലാണെങ്കിലും അവിടെ ചെന്നിട്ടുള്ള കാര്യം പിന്നെ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ബൈ കാർ ഇത്രയൊക്കെയാണ് നമ്മൾ. ഫ്ലൈറ്റിലാണെങ്കിലും സിം കാർഡ് കട്ടാവും കേട്ടോ. പോസ്റ്റ് പെയ്ഡ് കിട്ടും. ഫ്ലൈറ്റിലാണെങ്കിലും സിം കാർഡ് കട്ടാവും, പോസ്റ്റ് പെയ്ഡ് കിട്ടും. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ റോഡ് ഇതൊക്കെയാണ്.
അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ, അതാണ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാട്ടോ ജമ്മുവിലെ എയിംസ്. എനിക്ക് ജമ്മുവിൽ എയിംസ് ഉള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഡൽഹിയിൽ എയിംസ് ഉള്ള കാര്യം അറിയായിരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ചീമ ഈ ഫീൽഡിലൊക്കെ ഉള്ളത് കൊണ്ട് എയിംസ് എന്ന് പറഞ്ഞൊരു സംഭവമുള്ള കാര്യത്തെപ്പറ്റി എനിക്കറിയാം. ഡൽഹിയിൽ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, ചീമ കേട്ടിട്ടുണ്ട്. പക്ഷേ ജമ്മുവിലുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ, എയിംസ്. ഇപ്പോൾ ഹില്ലേരിയ കയറും എന്നും പറഞ്ഞ് നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായിട്ടോ. ഇനി ജസ്റ്റ് 25 കിലോമീറ്ററിലേ ഉള്ളൂ നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക്. നാഷണൽ ഹൈവേ റോഡ് പണി നടക്കാട്ടോ, അതാ കണ്ടിങ്ങനെ ബ്രിഡ്ജൊക്കെ അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ ടൗൺ വഴിയാണ്, ഒരു 10-15 മിനിറ്റിൽ ഇതുപോലെ ടൗൺ കയറി പോവുകയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ പണി നടക്കാണ്. പണി നടന്നാൽ ടൗൺ ടച്ച് ചെയ്യാണ്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഇതാ കണ്ടോ, കാര്യമായിട്ടുള്ള പണി നടക്കുന്നുണ്ട്. വന്നാൽ റോഡ് പൊളിയാണ് കേട്ടോ, നല്ല വലിയ റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത NH റോഡിലേക്ക് കയറും. നല്ല വലിയ ഒരു 4 വരി പാത എന്താ കേട്ടോ ഒരു സൈഡ്. പക്ഷേ ഈ വേനൽ സമയത്തൊക്കെ അല്ലേ അവർക്ക് റോഡ് പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. മഞ്ഞത്തും ഭയങ്കര മഞ്ഞും തണുപ്പൊക്കെ ആയാലും പാടായിരിക്കും. മഴയൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട കേട്ടോ, അതുകൊണ്ടായിരിക്കും നീങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ് പണിയെല്ലാം. മൊത്തം ഫ്ലൈ ഓവർ കേട്ടോ, കണ്ടിന്യൂസ് ഫ്ലൈ ഓവറാണ്. താഴേക്ക് വരെയില്ല, ഈ ഒറ്റൊരു ഫ്ലൈ ഓവർ കയറി പോകും കേട്ടോ. ഏതൊരു ഉണ്ടെന്നറിയില്ല, എന്തായാലും ഇത് പക്ഷേ കുറച്ച് തിരക്കുള്ള റോഡാണ്. ഫ്ലൈ ഓവർ വന്നാൽ സെറ്റായിരിക്കും. ഒരു 5 വർഷം കൂടി കഴിഞ്ഞ് നിങ്ങൾ ഈ റോഡ് വഴി വരുവാണെങ്കിൽ സെറ്റായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. ഇപ്പം ഇത്രയും ഒരു 15 കിലോമീറ്റർ 35 മിനിറ്റ് കാണിക്കുന്നു. അത്രയൊന്നും വേണ്ടി വരില്ല കേട്ടോ, ഫാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ വന്ന റോഡ് പോലെ വരാം. നല്ല കാര്യമായിട്ട് പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ റോഡ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. താഴത്തെ ടൗണൊന്നും ടച്ച് ചെയ്യാണ്ട് അധികം തിരക്കില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും. ജമ്മു വരെയും ഈ റോഡാണോ എന്നറിയില്ല. ഞാൻ ഹൈ റേഞ്ചും ഹിൽ സ്റ്റേഷനും ഒക്കെ നോക്കി ഇരിക്കുകയാണ്. ഇനി ആകെ 15 കിലോമീറ്ററേ ഉള്ളൂ, നമ്മൾ ഈ റോഡിൽ കിടന്ന് കറങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ജമ്മു വരെയും ഇങ്ങനത്തെ റോഡാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടി ഇല്ല കേട്ടോ. നമുക്ക് പോവാ അറിയാം. കണ്ടോ, റോഡൊക്കെ നല്ല വലിയ രീതിയിൽ എല്ലാം ഫ്ലൈ ഓവർ. അല്ലാതെ ഇതിന് ഇവിടെ സ്ഥലമില്ല, ഇത്ര സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈ ഓവർ ചെയ്ത് വലിയ റോഡാക്കാണ് കേട്ടോ. എങ്കിൽ പൊളിക്കും. ഒരു 2-3 വർഷം, മാക്സിമം ഒരു 5 വർഷം കഴിഞ്ഞ് വരികയാണെങ്കിൽ റോഡ് സെറ്റായിരിക്കും. പത്താൻകോട്ട് നിന്ന് ജമ്മു വരെയുള്ള കേട്ടോ, ഫുൾ പണി നടക്കുക. അവിടെ നിന്ന് ഏറ്റവും വരെ ഇതുപോലെ പണി നടക്കുകയാണ് കണ്ടോ. ഇതൊക്കെ നമ്മൾ കാണാത്ത കാഴ്ചകളാണ്. അപ്പം കാണാത്ത കാഴ്ചകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. മറ്റതൊക്കെ നമ്മൾ സ്ഥിരം എപ്പോഴും പോകുമ്പോൾ ഉള്ളതായതുകൊണ്ടാണ് പിന്നെ അധികം അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. നിങ്ങൾ ജമ്മുവിലൊക്കെ കാറിലൊക്കെ വരുമ്പോൾ ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. കാരണം നമുക്കറിയില്ലല്ലോ, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിനെപ്പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. അപ്പോൾ മാക്സിമം വീഡിയോസിലൊക്കെ പറഞ്ഞ് ചെറിയ ഈ സിമ്മിൻ്റെ കാര്യമൊക്കെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ചെറിയ ഓർമ്മകളുണ്ട്, ആ ഒരു രീതിയിൽ വെച്ചാണ് പോകുന്നത് കേട്ടോ. അതേ കണ്ടതൊക്കെ ടൗണുകളാണ്. ഫ്ലൈ ഓവർ ഇങ്ങനെ ചെയ്ത് ഫുൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലാതെ ഇത്രയേ ഉള്ളൂ ടൗൺ. ഇതിൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സ്ഥലം കുറവാണ്. അപ്പോൾ മുകളിൽ കൂടെ ഇതുപോലെ വരുന്ന കാറുകൾക്ക് പോവാം, ഇവിടെ അല്ലാതെ വരുന്നവർക്ക് പോവാം. അതിനുള്ളൊരു സെറ്റപ്പാണ് ചെയ്യുന്നത് അവർ. പക്ഷെ എന്തായാലും ഒരു നല്ല സെറ്റപ്പാട്ടോ, കാരണം ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. ഈ ഒരു റോഡ് തിരക്കുണ്ട്. അപ്പോൾ ഈ ഫ്ലൈ ഓവറൂടെ വരുമ്പോൾ സൂപ്പറായിരിക്കും. തികച്ചും എൻ്റെ സങ്കല്പം മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ ജമ്മു എത്തിയിരിക്കുകയാണ്. ഹൈ റേഞ്ചും ഇല്ല, ഹിൽ സ്റ്റേഷനും ഇല്ല. ഞങ്ങൾക്ക് ടൊയോട്ടയുടെ സർവീസ് നാളെ ഉണ്ട് കാറിൻ്റെ. 20,000 കിലോമീറ്റർ കേട്ടോ. എത്ര പെട്ടെന്ന് 20,000 കിലോമീറ്റർ ആയി നോക്കി. അപ്പോൾ ഇന്നിപ്പോൾ ബുക്ക് ചെയ്തിട്ട് നാളെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ട്. ജമ്മു ടൗൺ കുറച്ചുകൂടെ ഒരു 5 കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് അങ്ങോട്ടേക്ക് ഈ റോഡ് കയറിയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം സർവീസ് സെൻറ്റർ ഇവിടെ ആയതുകൊണ്ട് അതിന് നിയറസ്റ്റ് റൂം ബുക്ക് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ കരുതിയിരുന്ന ജമ്മു ഹൈ റേഞ്ചും നമ്മൾ ഉത്തരാഖണ്ഡ് പോയില്ലേ, ആ ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഉത്തർപ്രദേശിൽ വന്ന പോലെ ഉണ്ട് കേട്ടോ. തികച്ചും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എനിക്ക്. ഫുൾ റോഡും തിരക്കും ആളും ബഹളവും ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ജമ്മു. ഇതിനുള്ളിലോട്ട് ഔട്ടർ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ജമ്മു ടൗൺ ഇതാണ്. ശ്രീനഗറും ഇങ്ങനെയാണ് ഗൈസ്. ഇന്ത്യയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് കാശ്മീരാണെന്നാണ് പറയുന്നത്. ജമ്മു പക്ഷേ സ്വർഗമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി ഉള്ളിലോട്ടൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് ടെമ്പിൾസ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ഫ്രണ്ടാണ്, മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് അമ്പലം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടെ വേറെ അധികം കാണാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ കാർ രാവിലെ സർവീസും എടുത്തിട്ട്
നമ്മൾ ഓട്ടോയോ ഊബറോ എന്തെങ്കിലുമൊക്കെ വിളിച്ച് അവിടെയൊക്കെ പോയി അമ്പലമൊക്കെ പോയി കറങ്ങി വരാൻ കരുതി. അപ്പോൾ ഏട്ടൻ സർവീസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. വേറെ കാറിനകത്ത് ജമ്മു കാണാമെന്നൊക്കെ പറഞ്ഞ് ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയി. ജമ്മു എത്തിയടാ, ഉറങ്ങിപ്പോയി വേദ. അവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഗൈസ് നോക്ക് ഗൈസ്, ആ ബ്രിഞ്ചലിന്റെ വലിപ്പം നോക്ക്. ഒരു വാട്ടർമെലൻ്റെ അത്ര ഉണ്ട്. ബ്രിഞ്ചോൾ കത്തിരിക്കയാണ്. നമ്മൾ ദേ അങ്ങനെ നമ്മുടെ യാത്രയുടെ 95% കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ജമ്മു എത്തി. പക്ഷെ ആക്ച്വലി ജമ്മു ഞാൻ കരുതിയത് ഹൈ റേഞ്ച് കയറിയൊക്കെ പോകുന്ന ജമ്മു ആണ്. പക്ഷെ ജമ്മു അല്ല, അങ്ങനത്തെ ജമ്മു അല്ല, ഇത് സാധാ ജമ്മു ആണ്. ജമ്മു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ റൂം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് ജമ്മു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ റൂം കാണിച്ചു കൊടുക്കും. ഇവിടെയാണ് നമ്മുടെ റൂം. റെയിൽവേ സ്റ്റേഷനകത്താണ് നമ്മുടെ റൂം. ആക്ച്വലി ഞാൻ റൂം ബുക്ക് ചെയ്തപ്പോൾ ഇത് അറിയില്ല. റെയിൽവേ സ്റ്റേഷൻ റോഡ് നിയർ ടു റെയിൽവേ സ്റ്റേഷൻ എന്ന് കാണിച്ചു. റെയിൽവേ സ്റ്റേഷൻ അകത്താണെന്ന് ഞാൻ അറിയില്ല. അവിടെ നിന്ന് കാറൊക്കെ കയറ്റി വിടണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ബാരിക്കേഡ് വെച്ച് ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ ഹോട്ടൽ റൂമിൻ്റെ ഇത് നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ ഇതെല്ലാം റെസിപ്റ്റെല്ലാം കാണിച്ച ശേഷമാണ് അവർ ഉള്ളിലേക്ക് വിട്ടത്. പക്ഷേ നമ്മൾ കരുതി തേഞ്ഞെന്ന് കരുതി. ഹോട്ടൽ റൂം നല്ല റൂം കേട്ടോ, നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല റൂം, നല്ല ഹോട്ടൽ. ഇവർക്ക് വേറെ ഒരുപാട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അകത്ത് വരെ വന്നേ. അപ്പോൾ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ റെയിൽവേ സ്റ്റേഷൻ അകത്ത് റൂം ഉണ്ടാവുമെന്ന്. ഇതുവരെ വന്നിട്ട് അവിടെ ബാരിക്കേഡൊക്കെ വെച്ച് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തിരിച്ചിറങ്ങി. ഇവിടെ ഒരു അരമണിക്കൂർ നമ്മൾ ഈ സർക്കിളിൽ കിടന്ന് കറങ്ങി. അങ്ങനെ ഞാൻ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർക്ക് പല സ്ഥലങ്ങളിലും ഈ ഒരു ഹോട്ടലിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. ഇതിനകത്താണ് ബാരിക്കേഡ് കഴിഞ്ഞ് കയറി വരാൻ പറയും. അങ്ങനെ കയറി വന്ന് റൂം എടുത്ത്. പക്ഷേ റൂം ഓക്കെയാണ് കേട്ടോ. ഞാൻ കരുതി തേഞ്ഞൊട്ടിയെന്ന് കരുതിയതാണ്. പക്ഷെ ഓക്കെ, നമുക്ക് ജമ്മു മെയിൻ സെൻറ്റർ തന്നെ കിട്ടിയില്ല, അതിലൊരു സന്തോഷമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഇത് മെയിൻ റെയിൽവേ സ്റ്റേഷൻ അല്ലെന്ന് തോന്നണം അല്ലേ. ആ ദോശയൊക്കെ ഉണ്ട് കേട്ടാ, ദോശ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഡോമിനോസ് ഒക്കെ ഉണ്ട്. എനിക്കൊരു ഇത് വേണം, മാഗി വേണം. ഓർഡർ ചെയ്യട്ടാ. ദോശ. നമ്മളത്താണ് ദോശ കാണിച്ച് പേടിപ്പിക്കുന്നത്. വീഡിയോ എടുക്കാണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം. ഭയ്യ ഏക്ക് മാഗി കേട്ടാ, ഏക്ക് മാഗി. അപ്പൊ ദോ മാഗി. ഏക്ക് മാഗി എന്ന് പറഞ്ഞപ്പോ ഏക്ക് മാഗി ആയിട്ട് തരൂല, ദോ മാഗി ആയിട്ട് തരുള്ളൂ. ടോക്കൺ ഒക്കെ എടുത്ത് ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ തിരക്കുള്ള സ്ഥലമായി ഉണ്ടാവാം. ഭയ്യ ദോ മാഗി. This main railway station? Jammu main railway station. Okay. Back side. Entrance. ഇവിടെ തന്നെ ഫ്രണ്ട് സൈഡ്. ഇത്രേ ഉള്ളൂ കേട്ടോ ജമ്മു റെയിൽവേ സ്റ്റേഷൻ. അതൊക്കെ കിട്ടുള്ളൂ. ഈശ്വര, ഫുഡ് പോയ്സൺ അടിക്കുന്നുണ്ടോ? വെള്ളമൊക്കെ താഴെ ഈച്ച പറ്റിയിരിക്കുന്നതൊക്കെയാണ് എടുക്കുന്നത്. വെള്ളം 100 rupees കൊടുത്തിട്ട് പോണതാ. അത് വിരിച്ച് കിടക്കാനുള്ള പായ് പോലെ എന്താണെന്ന് തോന്നുന്നത്. ഇത് വിരിച്ച് കിടക്കാനുള്ളത് തന്നെ. ഇപ്പൊ സമയം എത്രയെന്ന് കാണിച്ചോട്ടെ. 6:49 PM ആണ്. ഇരുട്ടിട്ടില്ല. ഒരു 6 മണിയുടെയൊക്കെ ഫീലേ ഉള്ളൂ. ക്ലൈമറ്റ് ചൂട് ഉണ്ട് എങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്ര ചൂടേ ഉള്ളൂ. മാഗിയും പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. 36 ഡിഗ്രി എന്തോണ് ചൂട് കാണിക്കുന്നത്. പക്ഷേ അമ്മ ഇടിച്ച് കൊല്ലൂ, ഒരു ഇതുമില്ലാതെ വരെയാണ്. ദൈവമേ, 100 രൂപയുടെ മാഗിയാണ്. ക്ലീൻ കരോ. എത്ര വരെ ക്ലീൻ കൊള്ളാമോ നോക്കട്ടെ. ഇപ്പം ഏതാ പാടി? ചൂട്. പക്ഷെ തണുപ്പത്ത് ചൂട് മാഗിയാണ് കഴിക്കാൻ. ഇങ്ങോട്ട് വാ. അത് കുഴപ്പമില്ല, ഇവിടെയൊക്കെ അങ്ങനെ തന്നെ. ചൂടില്ല. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ അവരുണ്ടാക്കണം. ഇവിടെ പൊറോട്ട അടിക്കും പോലെ തോന്നി. എന്താണെന്ന് നോക്കട്ടെ. ചോളെ ഭട്ടൂരെ. ഞങ്ങൾ പൊറോട്ടയാണ്. വെളുത്ത് ഇരിക്കണുണ്ട് അവിടെ നോക്കിയപ്പോ. സമയം കണ്ട 7 സ്റ്റിൽ ക്ലിയർ ആണ്.
ഇരുണ്ടിട്ടേ ഇല്ല. ഇതിൽ ചിലപ്പം നമ്മളെ ട്രിവാൻഡ്രം ഇത് കാണുമല്ലേ, കന്യാകുമാരി എക്സ്പ്രസ്. കൊൽക്കത്ത ഉണ്ട്, രാജധാനി നമ്മളവിടെ പോണല്ലേ. ഇത് റെയിൽവേ സ്റ്റേഷനൊക്കെ ആയതുണ്ടാവും കേട്ടോ. നിറയെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, ദോശ എല്ലാം കിട്ടും. അതിനൊന്നും ഒരു ഇതില്ല. നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ആഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ 1000 എന്തോ കൊടുക്കണമായിരുന്നേ. അപ്പോൾ നമ്മൾ കരുതി ഇവിടുത്തെ നാട്ടിൻ്റെ രുചികൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന രീതിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി എടുത്തില്ല. പക്ഷെ ഇവിടെയൊക്കെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെന്നുള്ളവർക്ക് ആവശ്യാനുസരണം. എവിടെ നോക്കിയാലും വാൾനട്ട്. നമ്മുടെ ഇവിടെ സവോളയും വെളുത്തുള്ളിയൊക്കെ ചാക്കിനകത്ത് വെച്ചേക്കും പോലെയാണ്. കൊച്ചുള്ളിയൊക്കെ നമ്മളിങ്ങനെ ചാക്കിലാക്കി മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലൊക്കെ ഇരിക്കൂലേ, ചാലയിലൊക്കെ ഇരിക്കും പോലെ. ഭയ്യ കിത്തന റുപ്പി 1 കിലോ? 1 കിലോ കിത്തന? 200 200 രൂപയുള്ളൂ. പക്ഷെ ഇത് ഇല്ല, അന്നാൾ വാങ്ങിച്ചത് ഇപ്പോഴും നെട്ടയത്ത് വീട്ടിരിക്കുന്നത്. അത് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര പാട്, വാങ്ങിക്കാനില്ല. അത് ഞാൻ ഇരുന്ന് കഷ്ടപ്പെട്ട് പൊട്ടിച്ചെടുത്ത് കുറേ തോടും അതിൻ്റെ കൂടെ ഉണ്ടാവും, അതിൻ്റെ വാൾനട്ട് ഉണ്ടാവും. അതിന് പൊട്ടിക്കുന്നതിന് ഒരു നാക്കുണ്ട്, അതിട്ട് പൊട്ടിച്ചാലേ ശരിയാവും. ഓ ബദാം, ബദാം അല്ലേ? ക്യാ ഹേ ഭയ്യ? ബദാം, ബദാം തന്നെ. ഇത് പൊട്ടിച്ച് തിന്നണോടാ. ഇതിനകത്ത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കണ ബദാം കാണും. കാരണം അമ്മ പൊട്ടിച്ച് കാണിച്ചു തന്നിരുന്നെങ്കിൽ. അത് കിലോ എത്ര? 650 രൂപ. 650 രൂപ. ഇതാണ് ശരിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് കേട്ടോ. അവിടെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ കാണിച്ചത് അവിടെ കേട്ടോ. അപ്പോൾ ബാക്കി കൂടുതൽ ജമ്മു വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അധികം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നുമില്ല, കുറച്ച് ടെമ്പിൾസും അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് കാർ സർവീസ്, അതുകൊണ്ടാണ് നാളെ ഒരു ദിവസം കൂടി സ്റ്റേ ഇവിടെ എടുത്തത്. അമ്പലങ്ങളാണ് കൂടുതലെന്ന് പറഞ്ഞു. ഇപ്പോൾ വൈഷ്ണോ ദേവി ടെമ്പിൾ ജമ്മു എന്നൊരു 2 hours മാറി നമ്മൾ ശ്രീനഗർ പോകുന്ന വഴിയാണ്. അപ്പോൾ അത് മറ്റന്നാൾ കാണാൻ കരുതി. ബാക്കിയുടെ അടുത്തൊക്കെ ഉള്ള നിയർ ബൈ ടെമ്പിളെല്ലാം കാണാൻ കരുതി. നമ്മുടെ ഒരു യൂട്യൂബ് ഫ്രണ്ട് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഞാൻ ഏരിയയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും ബാക്കി ജമ്മു വിശേഷങ്ങൾ നാളെ കാണാം. പുതിയൊരു നല്ല വീഡിയോ ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.